ബിയർ അക്കാദമിയിലെ പുതുതായി അഡ്മിഷൻ നേടിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിദ്യാർത്ഥികൾക്കായി ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു. കോഴ്സിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും പരിചയപ്പെടുത്തി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. മിൽട്ടൺ എം ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൺവീനർമാരായ പ്രദീപ്, അലൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ററാക്ടീവ് സെഷനുകൾ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഭാവിയെ കൈപ്പിടിയിലൊതുക്കാൻ ബുൾ ആൻഡ് ബിയേർഡ് അക്കാദമി വിദ്യാർത്ഥികൾക്ക് സുവർണാവസരം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നമ്മുടെ ക്വാളിറ്റി ആയിട്ട് എപ്പോഴും മെൻഷൻ ചെയ്യാറുള്ളത് നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ, നമ്മളോട് എത്ര അക്കാദമികൾ 100% പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് അറിയുന്നില്ല. നമ്മളോട് 100% പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ, ജോലി കിട്ടാത്ത കുട്ടികളുണ്ട്. പിന്നെ സംരംഭകർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു സംരംഭകർ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇന്റേൺഷിപ്പിന്റെ സമയത്താണ് കുറച്ചുകൂടി അത് വർക്കൗട്ട് ആവുന്നത്. അതായത് അവരവന്റെ സംരംഭം എങ്ങനെ കൂടുതൽ മികച്ചതാക്കാം, അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 10 ജോബുകളിൽ 4ാമത്തെ ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 10 ജോബുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4ാമത്തെ ജോബാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ജോബ്. ലോകത്താകമാനം അത്രത്തോളം ഓപ്പർച്യൂണിറ്റി വരാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു എക്സ്പേർട്ടിനെ ഒരു സ്ഥാപനം ഹയർ ചെയ്യണമെങ്കിൽ എന്താ കാര്യം, നമ്മളിപ്പോൾ കുറേ ഡിസൈൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ ബിസിനസ് ജനറേറ്റ് ചെയ്യണം അല്ലേ. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു, നിങ്ങളിത് പഠിച്ചിറങ്ങുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെല്ലുമ്പോൾ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബായിരിക്കും, ടെക്നിക്കലി ഉപരി മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ പ്രാക്ടിക്കലായിട്ടൊരു സ്ഥാപനത്തിൽ എങ്ങനെ ഒരു ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും, ഐദർ ഇൻ ടേംസ് ഓഫ് സൂപ്പർ മാർക്കറ്റുകളാകട്ടെ, അല്ലെങ്കിൽ റീറ്റെയിൽ ചെയിൻ ആവട്ടെ, IT ഇൻഡസ്ട്രി ആവട്ടെ, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവർക്ക് എങ്ങനെ ബിസിനസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൂടെ കുറച്ചുകൂടി ഇന്റേൺഷിപ്പിന്റെ സമയത്ത് പ്രാക്ടിക്കലായിട്ട് നമ്മളോട് കിട്ടും. അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.